ശ്രീകണ്ഠൻ നായർ സാർ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ സരളമായി ഇത്രയും കാര്യങ്ങൾ സുദീർഘമായി തന്നെ പ്രതിപാദിക്കാൻ അദ്ദേഹത്തിന് കഴിയുമ്പോൾ ഞാൻ വാസ്തവത്തിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് പിന്നീട് പ്രസക്തിയില്ലാതെ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. എന്തായാലും ഭാവി കേരളത്തിൽ മാധ്യമങ്ങളുടെ പങ്ക്, നിലപാട് എന്ന വിഷയം ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ആരംഭിക്കാമെന്ന് എനിക്കും തോന്നുന്നു. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങൾ വരാൻ പോകുന്നു എന്നത് സത്യമാണ്. ഞാൻ ഒട്ടും ശുഭപ്രതീക്ഷയിലല്ല. അപ്പോ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറും. പലരും വിചാരിക്കും ഇവിടെ വരാൻ പോകുന്ന ഏതെങ്കിലും സർക്കാരിനോ ഒന്നും തന്നെ ഇവിടെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കേരളം വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സംസ്ഥാനമായി എല്ലാ കാലത്തേക്കും അങ്ങനെ പോകും എന്നൊക്കെയാണ്. അതെന്തുകൊണ്ട് ഇപ്പോൾ ഈ മാറ്റങ്ങൾ കണ്ടില്ല എന്ന ചോദ്യത്തിലേക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. എത്ര മാറ്റങ്ങൾ വന്നു കേരളത്തിൽ. അപ്പോൾ അതൊന്നും കാണാതെ നിങ്ങൾ വളരെ പെസിമിസ്റ്റിക് ആയിട്ട് സംസാരിക്കുകയാണെന്നുള്ളൊരു അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കേരളം ഭൗതികമായി മാറിയിട്ടില്ല എന്നോ നിലവിൽ ആ നിലയ്ക്ക് ഈ മാധ്യമ പ്രവർത്തനം ഞാൻ ആരംഭിക്കുന്ന 10-30 വർഷത്തിന് മുമ്പാണ്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ ആരംഭിച്ചതിന് ഒരു 10 വർഷത്തിനുള്ളിൽ ഞാനും ഒക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കേരളം മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറിയിട്ട് 10 വർഷത്തിനുള്ളിൽ തന്നെ നല്ലപോലെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഭൗതികമായ ഒരു മാറ്റമാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ തന്നെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചോ നമ്മുടെ തന്നെ സാംസ്കാരികമായ വീക്ഷണങ്ങളെ സംബന്ധിച്ചോ ഒക്കെയുള്ള വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതു വഴിക്കാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. നമ്മളിപ്പോ ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യാവസായികമായ പുരോഗതിയെക്കുറിച്ച് കുറെ കാലമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോ വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ അതിന്റെ ഒരു വലിയ തലത്തിലുള്ള പുരോഗതിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിലൂടെ ആർജിക്കാൻ കഴിയുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം, വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കേരളത്തിൽ നല്ല സാധ്യതകളുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അക്കാഡമിക്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. നമ്മുടെ അക്കാദമിക നിലവാരം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഒക്കെ പലതരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് പുതിയ പുതിയ തുറകൾ കണ്ടെത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലവാരത്തിൽ പുറത്തു വരുന്നു, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തു വരുന്നു. അവർ നമ്മുടെ സമ്പത്താണ്. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു സമ്പദ് വ്യവസ്ഥ, വലിയ ഒരു ഇക്കോണമി കെട്ടിപ്പടുക്കാൻ കഴിയും. അത് ഇവിടെ തന്നെ സാധ്യമാവും. നമ്മൾ അവരെ പുറം ലോകത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാതെ ഇവിടെ തന്നെ ലോകത്തിന് ആവശ്യമായ ഫോർമുലകൾ, അത്തരത്തിലുള്ള ലോകത്തിന് പല നിലക്കും ആവശ്യമായ ഫോർമുലകൾ രൂപവൽക്കരിക്കുന്നതിനും അത് ഐഡിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ കഴിയും. നല്ല സങ്കല്പമാണ്. അതിനു വേണ്ടുന്ന ചില ഭൗതികമായ ഒരുക്കങ്ങൾ നടത്തുകയും ആ വഴിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് സർക്കാരും അവകാശപ്പെടുന്നത്. എനിക്ക് ഇതിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഈ വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഉപരിതലം മാത്രമാണ്. നമ്മളിപ്പോ ഒരു കെട്ടിടം കാണുമ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ പല നിലകൾ, അത് മാത്രം കണ്ടിട്ടാണോ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഈ അടിത്തറ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഈ അടിത്തറയിൽ എന്താണ് ഉള്ളത്? അത് ശുഷ്കമായാൽ നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ സ്വപ്നം, ഈ സങ്കല്പം അടപടലം ഇടിഞ്ഞു വീഴും.
അത് സംഭവിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഞാൻ വ്യാകുലപ്പെടുന്നത്. അതിന്റെ കാരണം നേരത്തെ ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. എന്താണ് കേരളം എന്ന് അറിയുക, കേരളത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ സംസ്കാരവും അതിന്റെ പല തലത്തിലുള്ള സാമൂഹിക വിവക്ഷകളുമൊക്കെ മനസ്സിലാക്കുന്നതിന് എത്രത്തോളം നമ്മളിപ്പോൾ തയ്യാറാണ് എന്നുള്ളതാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു ഘട്ടം പിന്നിട്ട എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരുപക്ഷെ ഭൂരിഭാഗം പേരും എന്ന് ഞാൻ പറയാം ഒരു മധ്യവയസ്സിലൊക്കെ എത്തുകയോ അതിന് മുകളിലൊക്കെ പോയി തുടങ്ങുകയോ ചെയ്ത ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത് ഭാവി തലമുറയെ കൂടിയാണ്. ആ ഭാവി തലമുറയെ കൂടി കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിന്റെ അടിത്തറ ഭദ്രമാണ്. ഈ അടിത്തറയിൽ നമ്മളിപ്പോ ഒരു മാർക്സിയൻ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയാണ് അടിത്തറ, സംസ്കാരം മേൽക്കൂരയാണ് അല്ലെങ്കിൽ ഉപരിഘടനയാണ് എന്നാണ് പറയുക. പക്ഷെ ഞാനിവിടെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ സംസ്കാരമാണ് അടിത്തറ, സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ ഈ പണമൊഴുക്കിന് യാതൊരു കുറവുമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് മാധ്യമങ്ങളുടെ ചില മാധ്യമങ്ങളുടെ പ്രവർത്തനം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പണമാണ്, എന്തും ചെയ്യാനുള്ള പണമാണ്. അപ്പൊ അത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പണമൊഴുക്കിന്റെ കാര്യത്തിൽ യാതൊരു ലോപവുമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് കേരളം മാറുന്നു. പക്ഷേ അടിസ്ഥാന ആശയങ്ങളുടെ കാര്യത്തിൽ, സംസ്കാരത്തിന്റെ കാര്യത്തിൽ അടിത്തറ എന്ന് നമ്മൾ പറയുന്ന അതായത് ഒരു മാർക്സിയൻ സങ്കല്പം തിരിച്ചിട്ട് കഴിഞ്ഞാൽ, ഇവിടെ അനിൽ ശൈലേന്ദ്ര സാറുണ്ട്, അദ്ദേഹം കൃത്യമായി തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്, ഒരുപക്ഷെ അതിനകത്ത് കമന്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സംസ്കാരത്തിന്റെ അടിത്തറ ഏത് നിലയിലാണ് ദരിദ്രമായിക്കൊണ്ടിരിക്കുന്നത്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നത്, ശൂന്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ വിഷയം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, രാമചന്ദ്രൻ എന്ന ആകാശവാണിയിലെ ദീർഘകാലം വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരാളെ നമ്മുടെ പുതിയ തലമുറയിലെ ജേർണലിസ്റ്റിന് അറിയുന്നില്ല എന്ന്. അതുപോട്ടെ, അതിഗുരുതരമായ ഇപ്പോ എന്താണ് ഈയിടെ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു ഒരു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടവും കൊണ്ട് ഒരു യുവ ജേർണലിസ്റ്റ് പലയിടത്തും പോയി പലരോടും ചോദിക്കുക, ഇതാരാണെന്ന് അറിയാവോ, എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു കമന്റ് പറയാമോ എന്ന് ചോദിക്കുന്നു. പിണറായി വിജയന്റെ പടമാണേ. 99% പേരും പറഞ്ഞു. അതിന് പകരം ബിനോയ് വിശ്വത്തിന്റെ പടമാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ, ഞാൻ ഈ പടം കണ്ടിട്ട് വിജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, അങ്ങനെ സമീകരിക്കാനല്ല, കുറഞ്ഞ പക്ഷം അതിലെങ്കിലും എത്രത്തോളം നമുക്ക് ഈ 90% പോയിട്ട് എത്ര ശതമാനം വരെ നമുക്ക് അത് കാണാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. VD സതീശന്റെ പടം പോയാൽ എത്ര പേർ കാണുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ തലത്തിലുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയമാണല്ലോ. അവിടെ നിന്ന് പോയിട്ട് സംസ്കാരത്തിന്റെ തലത്തിലുള്ള അല്ലെങ്കിൽ എഴുത്ത്, വായന, മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ നമ്മുടെ അറിവിന്റെയും വിജ്ഞാന സമ്പാദന വ്യഗ്രതയുടെയും അല്ലെങ്കിൽ ആ താല്പര്യത്തിന്റെയും ഒക്കെ ദാരിദ്ര്യം എത്രത്തോളം രൂക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാവും. പത്രം വായിക്കുക എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരു അനിവാര്യതയല്ല. അവർ പത്രം വായിക്കുന്നത് എന്തിനാണ്? നമ്മൾ പണിയെടുത്താൽ പോരെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വന്ന് ഞാൻ എന്റെ പണി നോക്കിയാൽ പോരെ, ഞാനെന്തിനാണ് പത്രം വായിച്ച സമയം കളയുന്നത്? പത്രം വായിച്ച സമയം കളയുക എന്നാണ് പറയുക ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് കാര്യസാധ്യം എന്നതിലപ്പുറം മറ്റൊരു തരത്തിലും ഒരു ഭാഗത്തും ഒരു ഗൗരവമുള്ള അന്വേഷണത്തിനോ വിചാരത്തിനോ സ്കോപ്പില്ലാത്ത ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരളം എന്നുള്ളതാണ്. ഇവിടെയാണ് മാധ്യമങ്ങളുടെ സമകാലിക മാധ്യമ പ്രവർത്തനത്തിന്റെ പരിമിതികൾ ബോധ്യപ്പെടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ചരിത്രകാരനായ കെ.എൻ. പണിക്കർ അന്തരിച്ചു. കെ.എൻ. പണിക്കർ അന്തരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ചുള്ള സംഗതിയല്ല ഞാൻ എത്ര കണ്ട് ഗൗരവമുള്ള അന്വേഷണം കേരളത്തെക്കുറിച്ചും രാജ്യത്തിന്റെ മറ്റ് തരത്തിലുള്ള സാമൂഹിക, സാംസ്കാരിക, ചരിത്ര മേഖലകളിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെ കടന്നു പോകുന്നു എന്ന് നോക്കൂ. വളരെ എന്താ പറയാ, സ്പെസിഫിക് ആയി അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ
തിരിച്ചറിയുകയും ചെയ്ത ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അത് സംഭവിച്ചിട്ടുണ്ട്. ചില പിന്നെ വാരികകളും ഒക്കെ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 കൊല്ലം മുമ്പ് ശരിക്കും പറയുകയാണെങ്കിൽ കെ എൻ പണിക്കർ ആരാണെന്ന് ചോദിച്ചാൽ കെ എൻ പണിക്കറുടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ ആളുണ്ടായിരുന്നു. EMS എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമായിരുന്നു. ഒരു നേതാവ് എന്നതിലുപരി ഒരു വികാരമായിരുന്നു. കെ കരുണാകരൻ എന്ന് പറയുന്നത് ഒരു ഓടി നടന്ന് വികസന കാര്യങ്ങൾ നടപ്പാക്കാൻ തൽപരനായിരുന്ന ഒരാളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനെതിരായ വിമർശനത്തിന് പോലും ഇവിടെ പ്രസക്തി ഉണ്ടായിരുന്നു. അപ്പോ അത്തരം കാര്യങ്ങളെല്ലാം വിട്ട് ഇവിടെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഭാഷയും പുതിയ കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നും തന്നെ ഗൗരവമായി ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് തീർച്ചയായും സാമൂഹിക മാധ്യമങ്ങളുടെ മേഖലയാണ്. നമ്മളിപ്പോ എത്ര എല്ലാവരോടും മാധ്യമ പ്രവർത്തന രംഗത്ത് സീരിയസ് ആയി വർക്ക് ചെയ്യുന്ന ആളുകളോട് സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഒരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് ഭീഷണി? ഒരു ഭീഷണിയില്ല. അവരവരുടെ പണിയെടുക്കുന്നു, ഞങ്ങൾ വളരെ സീരിയസ് ആയി മാധ്യമ പ്രവർത്തനം നടത്തുകയല്ലേ എന്നേ പറയൂ. പക്ഷെ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കാര്യമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അവിടെ എങ്ങനെ ഇത് കാര്യങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ഇപ്പോൾ ചാനലുകളിൽ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഭാഗത്ത് ബാർക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിശ്ചയിക്കപ്പെടുന്ന റേറ്റിംഗ്, മറ്റൊരു ഭാഗത്ത് എത്ര ആളുകൾ കണ്ടു എന്നത് തന്നെയാണ് ചോദ്യം. എത്ര ആളുകൾ നമ്മുടെ ആ പറയുന്ന വീഡിയോ കണ്ടു, അതിന് എന്തുമാത്രം ട്രാക്ഷൻ ഉണ്ടായി, ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത് മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ. അതുകൊണ്ട് അത് സ്വാധീനിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് ടെലിവിഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുകയേ വേണ്ട. അതുണ്ട്. അപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രതലത്തിൽ നടക്കുന്ന നിസ്സാരവൽക്കരണം, എല്ലാ കാര്യത്തോടും അതീവ നിസ്സാരമായും വളരെ പ്രതിലോമകരമായും, ഞാൻ അങ്ങനെ പറയാം, പ്രതിലോമകരമായും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ മേഖലയായി അത് നിലനിൽക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഇൻപുട്സ് ആണ്, അവിടെ നിന്ന് ലഭിക്കുന്ന റിയാക്ഷൻസ് ആണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊന്നും വേണ്ട. ഇപ്പൊ പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ വാർത്ത അറിയുന്നത്? ഫേസ്ബുക്കിൽ നിന്നാണ്. എന്താണ് ഈ ഫേസ്ബുക്കിൽ നിന്ന് അറിയുന്ന വാർത്ത? ഞാൻ ആരെയും കുറ്റം പറയല്ല. ഫേസ്ബുക്ക് ഞാനും ഉപയോഗിക്കാറുണ്ട്, നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്, എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് അറിയുന്ന വാർത്ത എന്ന് വെച്ചാൽ എന്താണ്? ഒരു തവണ നിങ്ങൾക്കറിയാം, ഞാൻ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോ എന്റെ സുഹൃത്തുക്കളായ ചില ആളുകൾക്ക് അതിനകത്ത് പുരസ്കാരം കിട്ടി. ഞാനപ്പം ഫേസ്ബുക്കിൽ വെറുതെ അവരുടെ പേരുകൾ വെച്ചുകൊണ്ട് അവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊരു പോസ്റ്റ് ഇട്ടു. കിടക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജോസഫ് സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനും കൂടി അവാർഡ് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടതാ. വന്ന ആക്ഷേപം എന്തായിരുന്നു അറിയോ? ആ വാർത്തയിൽ പ്രമോദ് രാമൻ ജോസഫ് സാറിന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കി എന്നായിരുന്നു. എന്ത്? വാർത്ത വേറെ പോവാണ്, വാർത്ത ചാനലിൽ വേറെ പോകുന്നുണ്ട്, മറ്റെല്ലായിടത്തും ഞങ്ങളുടെ പ്ലാറ്റ്ഫോംസിലൊക്കെ വാർത്ത, അതില് ജോസഫ് സാറുണ്ട്, എല്ലാവരും ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതാണ് സംഗതി. അപ്പൊ എന്ന് വെച്ചാൽ വാർത്ത എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആരെങ്കിലും ഫേസ്ബുക്കിൽ ഇടുന്ന ഒപ്പീനിയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള, ചിലപ്പോഴൊക്കെ വളരെ എനിക്കത് പറയാൻ കിട്ടുന്നില്ല, അത്ര കണ്ട് മോശമായ തരത്തിലുള്ള പോസ്റ്റുകളും ഒക്കെ ഇട്ടിട്ട് അത് കണ്ടിട്ടാണ് നമ്മൾ വാർത്ത എന്ന നിലയിൽ അതിനെ സ്വീകരിക്കുന്നത് എന്ന് കാണുക. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത്, ഇതൊന്നും കമ്പാർട്ട്മെന്റലൈസ്ഡ് അല്ല. ഇപ്പോ ഇതെല്ലാം കൂടി പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും പരസ്പരം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗൗരവമായിട്ട് മാധ്യമ പ്രവർത്തനത്തിനെ കാണുന്നു എന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം നമ്മൾ ഏത് നിലക്കാണ് നമ്മൾ ഗൗരവമുള്ള ഒരു വാർത്ത
നമ്മൾ നൽകുന്നു എന്ന് പറയുന്നത് ഗൗരവമുള്ള സംഗതി. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോ 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ മെർക്കിൻസ്റ്റൺ ഇടപാട് എന്നൊരു സംഗതി ഉണ്ടായിരുന്നു, ഒരു വിവാദമുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിനോയ് വിശ്വം ആയിരുന്നു മന്ത്രി. അപ്പോ മെർക്കിൻസ്റ്റൺ ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നയിക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഞാന് ഈ മെർക്കിൻസ്റ്റൺ ഇടപാടുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് പഠിച്ച് അതിന്റെ A to Z ഒരു കാര്യം, കാരണം ചർച്ചയിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പോയില്ലേ, തീർന്നു പോയില്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പഠിച്ച് വാർത്ത അല്ലെങ്കിൽ ചർച്ചകൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ എത്രയോ വിഷയങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ, വളരെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരു പ്രസ്താവന മതി, ആരുടെയെങ്കിലും ഒരു പ്രസ്താവന വെച്ചാണ് രാത്രി 8 മണിക്ക് എന്തെങ്കിലും ഒരു ചർച്ചയൊക്കെ നടക്കും. വളരെ സുഖമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ അത് പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, വളരെ എന്താ പറയാ, അങ്ങനെ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു പ്രിപ്പറേഷനോ ഒരു കാര്യവും കൂടാതെ വളരെ പെട്ടെന്ന് ചർച്ച നടത്തി പോകാവുന്ന ഒരു സംഗതിയായി മാറുകയാണ്. ഞാൻ സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടാണ് പറയുന്നത്. അതേസമയം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിലുള്ള മത്സരാധിഷ്ഠിതമായ ചില വിഷയങ്ങൾ കൂടിയാണ്. ഇതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊരു പ്രോഡക്റ്റ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ എവിടെയാണത് സംഭവിക്കുന്നത്? എവിടെയാണ് അത്തരം, അതായത് നിസ്സാരവൽക്കരിക്കപ്പെട്ട കണ്ടന്റിന് താല്പര്യം വരികയും ആ താല്പര്യം ഇങ്ങനെ കൂടിക്കൂടി വരിക, അതിന് നല്ല ട്രാക്ഷൻ കിട്ടുക, അത് മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുക. ഈ ഗൗരവപ്പെട്ട എന്ന് പറയുമ്പോൾ ഞാനിപ്പോ മെർക്കിൻസ്റ്റൺ ഇടപാട് പോലുള്ള സാധനങ്ങൾ മാത്രമേ വാർത്തയാവൂ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. അതുപോലുള്ള പല പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. നമ്മളിപ്പോ വാർത്തയിൽ പിന്നെ എന്താ സൂക്ഷ്മമായും പഠിച്ചുമൊക്കെ ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയും. ഗൗരവത്തിൽ വാർത്തയെ കാണണം, ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആർക്കും യാതൊരു താല്പര്യം ഉണ്ടാവില്ല. നല്ല വാർത്ത, നല്ല വാർത്തകൾ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്. പറയും, എല്ലാവരും പറയും നല്ല വാർത്തകൾ എന്താ ഇല്ലാത്ത, പോസിറ്റീവ് വാർത്തകൾ എന്താ ഇല്ലാത്ത. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വന്ന് അത് നമ്മൾ ചാനലിൽ കൊടുക്കുന്നു, നമ്മൾ ഉടനെ യൂട്യൂബിൽ ഇടുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പോലും 500 വ്യൂസ് ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് അത് എല്ലാവരും കണ്ട് അതിന് കാശ് കിട്ടാൻ വേണ്ടി ഒരു സംഗതി ഉണ്ടാക്കണമെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ പറയുന്നത് അത് ആളുകൾ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അത് സ്വീകരിക്കാതിരിക്കുക. അപ്പൊ ഇന്ന് ഞാൻ ചെയ്തൊരു സാധനം ഞാൻ പറഞ്ഞു നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം CM-ന്റെ ഇന്റർവ്യൂ മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും ചെയ്തിരുന്നു. ശ്രീകണ്ഠൻ നായർ സാറും ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശബരിമല സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇതുവരെ ഞങ്ങൾ മറുപടി നൽകിയിട്ടില്ല, അങ്ങനെ വേണ്ടി വന്നില്ല, സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല. സത്യത്തിൽ അതല്ല, ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരവും നൽകിയിട്ടുണ്ട്. ഈ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ നൽകിയ റിട്ടേൺ സബ്മിഷന്റെ കോപ്പി എടുത്തു വെച്ച് ഞാൻ വിശദമായി പഠിച്ച് ഞാൻ ഇന്ന് അതുമായി ബന്ധപ്പെട്ട, അതായത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി, ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്ന നിലയിൽ ഒരു വാർത്ത കൊടുത്തു. ഞാൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. ആ വാർത്ത ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. ആളുകൾക്ക് ഗൗരവം, ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാവരും വളരെ ബലം പിടിച്ചിരുന്ന് ഗൗരവത്തിൽ ഇതാക്കണം എന്നുള്ള അർത്ഥത്തിലേ അല്ല കേട്ടോ. എല്ലാവർക്കും ലൈറ്റ് മൊമെന്റ്സും എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനുള്ള എന്താ പറയാ, എല്ലാം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് സത്യമാണ്. പക്ഷേ ഗൗരവമുള്ള അന്വേഷണങ്ങളും ഗൗരവത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച നമ്മുടെ മനസ്സിലാക്കലുകളും എല്ലാം തന്നെ പ്രധാനമാണ്. അപ്പോ അതൊന്നും സാധിക്കാത്ത, അതിനൊന്നും വാല്യൂ ഇല്ലാത്ത, അതൊന്നും നമുക്ക് വേണ്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തെ വഴിതിരിച്ചു വിടുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴുക്കിക്കളയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി വരും കാലത്ത് അത് കൂടുതൽ ശക്തിയാർജിക്കുന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ, മൊത്തത്തിലൊരു എല്ലാം ഉൾപ്പെട്ട, അതായത് മിമിക്രിയും മോണോ ആക്ടും ശാസ്ത്രീയ സംഗീതവും കഥകളി സംഗീതവും ലളിതഗാനവും എല്ലാം ഉൾപ്പെട്ട, നാടകവും കഥകളിയും എല്ലാം ഉൾപ്പെട്ട ഒരു ഷോ ആയിട്ട്, അത്തരത്തിലുള്ള ഒരു കലോത്സവമായിട്ട് മാധ്യമ പ്രവർത്തനം മാറും. അതായിരിക്കും എല്ലാവർക്കും, അതിലെ ചിരിയും തമാശയും കളിയും ഒക്കെ ആയിരിക്കും എല്ലാവർക്കും താല്പര്യവും
ഒക്കെ എന്ന നിലയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ കേരളം ഏത് വഴിക്ക് പോകുന്നു, ആ കേരളത്തിന്റെ പോക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ സംഭാവന നൽകാൻ മാധ്യമങ്ങൾക്ക് ആ ഘട്ടത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെ വളരെ നിരാശാഭരിതനാണ് അക്കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെയധികം നന്ദി. കേബിൾ TV അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പും പങ്കെടുത്തിട്ടുണ്ട്. കേബിൾ TV അസോസിയേഷൻ എന്ന് പറയുന്നത്, ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള വേദികൾ ഒരുക്കുന്ന, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ജനാധിപത്യപരമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘടന, അത് അങ്ങേയറ്റം ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.